സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സുഖമായിരിക്കുന്നോ? എന്തോ എല്ലാവരും മൗനമായിരിക്കുകയാണ്. സുഖമായിരിക്കുന്നോ? എല്ലാ ദിവസവും ചോദിക്കുന്നുണ്ടല്ലോ സുഖമായിരിക്കുന്നോ എന്ന്. നിങ്ങൾ പറയുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ പറയണം ഞങ്ങൾ സുഖമായിരിക്കുന്നു എന്ന്. സുഖമായിരിക്കുന്നു, 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 സുഖമായിരിക്കുന്നു എന്ന് എല്ലാ ദിവസവും ചോദിക്കുന്നുണ്ടല്ലോ. വർഷം മുഴുവൻ ചോദിക്കുന്നുണ്ടല്ലോ. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും, അങ്ങനെ 3 നേരങ്ങളും നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് പറയുമെങ്കിലും എൻ്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്താണ് നിങ്ങളുടെ ദുഃഖങ്ങൾ പറയുന്നത്. സത്യമായിട്ടും പറയുക, സുഖമായിരിക്കുന്നോ? എന്തോ പറയാനാണല്ലേ? അങ്ങനെയാണോ പറയുന്നത്? ഓരോ ദിവസവും ജീവിക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ട്. ചിലർ ചോദിക്കും, എന്തിനാണ് എല്ലാ ദിവസവും ചോദിക്കുന്നത്? അത് ശരിയാണ്. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇന്ന് നിങ്ങൾക്ക് മോശമാണെങ്കിൽ നാളെ ഒരുപക്ഷേ നല്ല ദിവസമായി മാറിയേക്കാം. അതാണ് സംഭവിക്കുന്നത്. എല്ലാ ദിവസവും നമുക്ക് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ആവശ്യമാണ്. കാപ്പവാരത്തിൽ നിന്നും കടന്നു വന്ന ആളുകളെ കാണുവാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അവിടെ നിന്ന് കടന്നു വന്ന ആളുകൾ കൈ ഉയർത്താമോ? വളരെ സന്തോഷം, ഒരുപാട് പേരെ കാണുന്നുണ്ട്. പെരവലിയിൽ നിന്ന് വന്ന ആളുകൾ കൈ ഉയർത്താമോ? ദയവ് ചെയ്ത് പെരവലിയിൽ നിന്ന് വന്ന ആളുകളൊന്ന് കൈ ഉയർത്താമോ? കുറച്ചു പേരേ ഉള്ളല്ലോ, വളരെ അടുത്താണ് ആ ഗ്രാമം, എങ്കിലും കുറച്ചു പേരാണ് വന്നത്. എല്ലാ ആഴ്ചകളിലും ബുധനാഴ്ച 3 വർഷങ്ങളിൽ തുടർച്ചയായി മീറ്റിംഗ് വെച്ചതായ ആളുകളാണ് അവിടെയുള്ള ആളുകൾ. ആ സമയത്ത് ചുറ്റുപാടുമുണ്ടായിരുന്ന ഗ്രാമങ്ങളിൽ നിന്ന് അനേകം ആളുകൾ കടന്നു വന്നിട്ട് ആത്മീയ ബലം പ്രാപിച്ചു പോകുമായിരുന്നു. തണുക്കിൽ നിന്ന് വന്ന ആളുകളുണ്ടോ? വളരെ നന്ദി കരയറ്റുന്നു. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വീരഭദ്രപുരത്ത് നിന്ന് വന്ന ആളുകളുണ്ടോ? കുറച്ച് ആളുകളുണ്ട്. എത്രയോ തവണ അവിടെ ഞാൻ ഉണർവ് മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ജോഷുവ എന്ന ദേവദാസന്റെ അടുക്കല് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് എന്നെ പ്രധാന പ്രസംഗികനായിട്ട് വിളിക്കുമായിരുന്നു. വീരഭദ്രപുരം, വേൽപുരം, റാലങ്കി, മാധവപുരം, അങ്ങനെ ഒരുപാട് ഗ്രാമങ്ങൾ പറയുവാനുണ്ട്. ഈ എല്ലാ ഗ്രാമങ്ങളിലും നല്ല നല്ല ദൈവസഭകൾ, അതുപോലെ ദൈവിക കൂട്ടായ്മകളുണ്ട്. ഇവിടെയെല്ലാം വേല ചെയ്യുവാൻ ദൈവം എനിക്ക് ഒരുപാട് സഹായം ചെയ്തിരുന്നു. മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി ഒരു ദിവസം നിങ്ങളുടെ അടുക്കൽ വരുവാനും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് ചെറിയ ഗ്രാമമാണെങ്കിലും, ചെറിയൊരു പ്രദേശമാണെങ്കിലും, അല്ലെങ്കിൽ ഒരു വലിയ പ്രദേശമാണെങ്കിലും, കാൽവറി ദർശനം എന്ന പ്രോഗ്രാം സംപ്രേഷണം ചെയ്യപ്പെടുന്നത് കൊണ്ട് എല്ലായിടങ്ങളിലുമുള്ളതായ ആളുകളെ ഈ അന്ത്യകാലത്ത് കൂടുതൽ ആത്മീയമായി ബലപ്പെടുത്തണമെന്ന്, പ്രധാനമായിട്ടും അവരെ പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദേവദാസൻ പ്രസംഗിക്കുന്നതായ സമയത്ത് ആ പ്രസംഗങ്ങൾ മണിക്കൂറുകൾ ഇരുന്ന് കേൾക്കുക എന്നത് നമുക്ക് ഒരുപാട് ശീലമായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ കാലത്ത് കുറഞ്ഞു പോയത് എന്താണെന്ന് വെച്ചാൽ മുഴങ്കാലിലുള്ള പ്രാർത്ഥനയാണ്. മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്നതായ ആളുകൾ, അതുപോലെ പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയുന്ന ആളുകൾ ഇന്ന് കുറഞ്ഞിരിക്കുന്നു. ഏതു സമയത്തും മറ്റുള്ളവരെ ആശ്രയിച്ചുള്ള ജീവിതമല്ലാതെ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടുള്ളതായ ഒരു ജീവിതം, അതാണ് യഥാർത്ഥ വിശ്വാസ ജീവിതം. അപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് മുഴങ്കാലിലുള്ളതായ പ്രാർത്ഥന അറിയാം? കൈ ഉയർത്താമോ? എപ്പോൾ ചെയ്യും? എവിടെ വെച്ചാണ് ചെയ്യുന്നത്? എത്ര നേരമാണ് ചെയ്യുന്നത്? ഓരോരോ ചോദ്യം ചോദിക്കുക. പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ഉത്തരം പറയുക എന്നതാണോ? ശരി, എപ്പോഴാണ് ചെയ്തത്? എനിക്ക് കേൾക്കാൻ കഴിയില്ല എങ്കിലും നിങ്ങൾ പറയുക. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു പരിശോധനയുമാകും. എപ്പോഴാണ് മുഴങ്കാലിൽ പ്രാർത്ഥിച്ചത്? എപ്പോഴാണ്? കുറച്ചു മുമ്പ്. ഇതിനു മുമ്പ് ഇവിടെ നാം പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു. അതല്ല, നിന്റെ വീട്ടിലെപ്പോൾ ചെയ്തു? പ്രാർത്ഥന ചെയ്യുകയില്ലെന്നാണ് പറയുന്നത്. എപ്പോഴാണ് പ്രാർത്ഥിച്ചത് വീട്ടിൽ? എല്ലാ ദിവസവും വീട്ടിൽ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ കരമുയർത്തുക. സത്യമാണോ? സത്യമാണോ? ഞാൻ അങ്ങോട്ട് വരികയാണ്. പറയുക.
ആരാണ് എല്ലാ ദിവസവും മുഴങ്കാലിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി? എനിക്ക് ആ വ്യക്തി ഒന്ന് കാണണം. അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയുവാനായിട്ട് കഴിയും. ആരാണ്? ആ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമായിരുന്നു, നേരത്തെ ചെയ്യുമായിരുന്നുവെന്ന്. ഇപ്പോൾ സത്യം പറഞ്ഞല്ലോ, ഇപ്പോൾ അത് ഉപേക്ഷിച്ചു എന്നാണ്. ദൂരത്ത് നിന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ കാണാനാണ് ഞാൻ ഇറങ്ങി വന്നത്. സഹോദരന്മാരെ, നിങ്ങളും അങ്ങനെ തന്നെയാണോ പറയുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ? അതെ. മുഴങ്കാലിൽ പ്രാർത്ഥിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചത്. അതെ, വീട്ടിലെ കാര്യമാണ്. ചെയ്യുമോ? എത്ര സമയമാണ് ചെയ്യുന്നത്? എത്ര സമയം പ്രാർത്ഥിക്കും? എത്ര സമയമാണ്? 2 മിനിറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഹാരം കഴിക്കാൻ എത്ര സമയമെടുക്കും? ആഹാരം കഴിക്കാൻ എത്ര സമയമെടുക്കും? 20 മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത് ആഹാരം കഴിക്കാൻ. നല്ല കറിയൊക്കെ ആണെങ്കിൽ അത് അരമണിക്കൂറും എടുക്കും. ശരിയല്ലേ? എത്ര സമയം നിങ്ങൾ കുളിക്കുവാൻ എടുക്കുന്നുണ്ട്? 1.5 മണിക്കൂറാ? തലയിൽ എണ്ണയൊക്കെ വെച്ചിട്ടാണെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. നിങ്ങൾ ഇരിക്കുമ്പോൾ അത് നന്നായിട്ടിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം യേശുക്രിസ്തു എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപായിട്ട് യേശു പറയുമായിരുന്നു, നിങ്ങൾ പന്തികളായിട്ട് ഇരിക്കുക എന്ന്. പന്തി എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ലൈനായിട്ട്. എത്ര പേരുണ്ടായിരുന്നു ആ പന്തിയിൽ? 50 പേരുണ്ടെന്ന് എണ്ണവും പറയാനിടയായി. എന്താണ്? നാം ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് ഇരിക്കുന്നത്. യേശുക്രിസ്തു ചിട്ടയുള്ളവനായ ഒരു ദൈവമാണ്. നാമും ചിട്ടയോടെ ജീവിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുമ്പ് ഈ സ്ഥലത്ത് മീറ്റിംഗ് വെച്ചപ്പോൾ വന്നതായ ആളുകളുണ്ടെങ്കിൽ കരമുയർത്താമോ? നിങ്ങൾ മാത്രമേ. കാപ്പവാരത്ത് മീറ്റിംഗ് വെച്ചപ്പോൾ വന്ന ആളുകളുണ്ടെങ്കിൽ എന്ന് പറയാമോ? ഹല്ലേലൂയ. നിങ്ങളെല്ലാം കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. 1983 വർഷം എൻ്റെ വിവാഹം കഴിഞ്ഞുള്ള 15-ാം ദിവസം ഇവിടെ ഞാൻ ശുശ്രൂഷ ആരംഭിച്ചതാണ്. അന്ന് എനിക്ക് ആരെയും അറിയില്ലായിരുന്നു. ഇപ്പോൾ ടി വിയിൽ കൂടി എല്ലാവർക്കും എന്നെ അറിയാം. അന്ന് ടി വിയിൽ കൂടിയുള്ളതായ വചന ശുശ്രൂഷ ഇല്ലായിരുന്നു, അതുപോലെ ടി വിയും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആർക്കും എന്നെ അറിയില്ലായിരുന്നു. അങ്ങനെ 10 വർഷക്കാലം ചെന്നൈയിൽ താമസിച്ച്, തമിഴരുടെ ഇടയിൽ താമസിച്ച്, പെട്ടെന്നൊരു ദിവസം ആന്തരിക്ക് വന്നപ്പോൾ എങ്ങനെ ആളുകൾ മനസ്സിലാക്കും? ആർക്കും എന്നെ അറിയില്ലായിരുന്നു. എന്തു ചെയ്യണമെന്ന്, ദൈവം എന്തിനെന്നെ അയച്ചു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് കരയുമായിരുന്നു, കർത്താവ് എന്തിനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്? ഇവിടെ നല്ലൊരു അധികാരിയില്ല, നല്ലൊരു ഷോപ്പില്ല, എനിക്കറിയാവുന്ന ആരും തന്നെ ഇവിടെ ഇല്ല. എന്നെ ആരാണ് പ്രസംഗത്തിന് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ചുറ്റുമുള്ളതായ എല്ലാ ഗ്രാമങ്ങളുടെ പേരുകളും എഴുതി വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി. ഇവിടെയെല്ലാം എന്നെ കൊണ്ടുപോകണമേ എന്ന് ഞാൻ 6 മാസം പ്രാർത്ഥിച്ചു. പെനുകൊണ്ടയിലുള്ളതായ ബോയ്സ് ഹോസ്റ്റലിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്നതായ കുട്ടികളെല്ലാം വിളിച്ചുകൂട്ടി അവരോട് ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമായിരുന്നു. അതുപോലെ തണുക്കിലുമുള്ളതായ ബോയ്സ് ഹോസ്റ്റലിൽ, ആ ബസ് സ്റ്റാൻഡിനടുത്ത്, അവിടെ ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് അവരോട് സംസാരിക്കുമായിരുന്നു. ആ യൗവനക്കാർ മാനസാന്തരപ്പെട്ടു. അവിടെ ഒരു പയ്യൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടാനിടയായി. എന്നോട് പറഞ്ഞു, എൻ്റെ നാട്ടിൽ വന്നിട്ട് അങ്ങ് മീറ്റിംഗ് വയ്ക്കണമെന്ന്. ഞാൻ പറഞ്ഞു, അവിടെ മീറ്റിംഗ് സംഘടിപ്പിക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല എന്ന്. അവൻ പറഞ്ഞു, ഞാൻ പണം തരാമെന്ന്. BA പഠിക്കുന്ന നിൻ്റെ കയ്യിൽ എങ്ങനെയാണ് പണം വന്നത് എന്ന് ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, വെക്കേഷൻ സമയത്ത് വയലിൽ പോയിട്ട് കൂലിവേല ചെയ്ത് ഞാൻ ആ കിട്ടിയ പണമൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു മൈക്ക് സംഘടിപ്പിച്ച് തരാം, അങ്ങ് വന്നിട്ട് എൻ്റെ നാട്ടിൽ സുവിശേഷം പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വന്ന് വചനം പ്രസംഗിച്ചപ്പോൾ കുറേ യൗവനക്കാർ മാനസാന്തരപ്പെട്ടു. അതിൻ്റെ തൊട്ടടുത്ത പ്രദേശത്തും എനിക്ക് വചനം സംസാരിക്കാൻ കൃപ കിട്ടി. പിന്നീട് ഞാൻ യൂത്ത് മീറ്റിങ്ങുകളൊക്കെ അവിടെ സംഘടിപ്പിച്ച സമയത്ത് ചുറ്റുപാടുമുള്ളതായ അനേകം ഗ്രാമങ്ങളിൽ നിന്ന് അനേകം യൗവനക്കാർ MAയ്ക്കും BAയ്ക്കും ഒക്കെ പഠിക്കുന്ന ആളുകൾ വരാനിടയായി. അങ്ങനെ ദൈവത്തിൻ്റെ വചനം സംസാരിച്ച് മുൻപോട്ട് പോകുന്നപ്പോൾ ദൈവത്തിൻ്റെ വചനത്താൽ ജനം മാനസാന്തരപ്പെടുവാൻ ആരംഭിച്ചു. അങ്ങനെ പല പല ഗ്രാമങ്ങളിലും ഞാൻ ശുശ്രൂഷകളും മീറ്റിങ്ങുകളും സംഘടിപ്പിക്കുവാനിടയായി. യൂത്ത് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുവാൻ ഇടയായി. ആ യൂത്ത് മീറ്റിങ്ങുകളിൽ ഒരുപാട് പേർ മാനസാന്തരപ്പെടുവാനിടയായി. പ്രത്യേകിച്ച് ഒരുപാട് യൗവനക്കാർ മാനസാന്തരപ്പെടുവാനിടയായി. കാപ്പവാരം സ്ഥലത്ത് ഞാൻ യൂത്ത് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നർസാപൂർ എന്ന സ്ഥലത്ത്, അതിനടുത്തുള്ള ഗ്രാമങ്ങളിൽ
ഇന്ന് ഞാൻ ഓർത്തു നോക്കുമ്പോൾ അന്ന് യൗവനക്കാരായിട്ട് കടന്നു വന്നതായ ആളുകൾ, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടതായ ആളുകൾ വലിയ വലിയ പാസ്റ്റർമാരായിട്ട് മാറി. എന്നേക്കാൾ വലിയ പാസ്റ്റർമാരായിട്ടുണ്ട്. എൻ്റെ അടുക്കൽ വരില്ല, ഞാൻ തന്നെ അവരെ പോയി കാണണം. അതുപോലെ എൻ്റെ മക്കളെല്ലാം കുഞ്ഞുകുട്ടികളായിരുന്നതായ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതായ അനേകം ആളുകൾ ഞങ്ങൾ ഒരുപാട് രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ദേശത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു, ഒരുപാട് ആനന്ദിച്ചു. എന്നാൽ ഇന്ന് അതിൻ്റെ ഫലമായി ഒരുപാട് പേർ ദൈവദാസന്മാരായിട്ടുണ്ട്. എണ്ണി നോക്കുമ്പോൾ വളരെ അത്ഭുതം എനിക്ക് തോന്നുന്നു. അങ്ങനെ നോക്കുന്ന സമയത്താണെങ്കിൽ കാപ്പവാരത്ത്, അതുപോലെ വിശാഖപട്ടണത്ത്, ഹൈദരാബാദിൽ അതുപോലെ അനേകം ദൈവദാസന്മാരുണ്ട്. അതുപോലെ അനേകം ഗ്രാമങ്ങളെ നോക്കുന്ന സമയത്ത് അവിടെയെല്ലാം ഇവിടെ നിന്ന് കടന്നു പോയതായ പാസ്റ്റർമാരെ കാണാം. യൗവനക്കാരനായി മീറ്റിംഗിന് വന്ന ഒരു വ്യക്തി ഇപ്പോൾ ദൈവദാസനായിട്ട് 4 സഭയും പണിയുവാനിടയായി എന്ന് പറഞ്ഞു. ഇങ്ങനെ ദൈവം ഈ കൽവറി ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പിനെ ഒരുപാട് അനുഗ്രഹിക്കുവാനിടയായി. ഞാനൊരു ബിഷപ്പായിട്ട് ഇരിക്കുന്നില്ല, എന്നാൽ എത്രയോ ആളുകൾ ഈ ശുശ്രൂഷകളിൽ കൂടി ദൈവത്തിൻ്റെ ദാസന്മാരായിട്ട് ഒരുക്കാൻ കഴിയുമോ? കർത്താവിനു വേണ്ടി വേല ചെയ്യുന്ന, സുവിശേഷ വേല ചെയ്യുന്ന അനേകം ആളുകളെ ഒരുക്കിയെടുക്കണം എന്നതിനു വേണ്ടിയാണ്, വിശ്വാസികളാക്കി മാറ്റാൻ വേണ്ടിയാണ് എൻ്റെ ആഗ്രഹമല്ലാതെ എല്ലാവരെയും എൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ വയ്ക്കണം, അവർക്കെല്ലാം ഞാനൊരു ബിഷപ്പായിട്ട് ഇരിക്കണം, അവരെ കൂടെ നിർത്തി അവർക്ക് ശമ്പളം കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് മീതെ ഞാൻ അധികാരിയായി ഇരിക്കണം എന്ന ആഗ്രഹമില്ലാതെ 37 വർഷങ്ങൾ ഈ വേല നടന്നുകൊണ്ടേയിരിക്കുന്നു. 30 വയസ്സുണ്ടായിരുന്നതായ സമയത്ത് ഞാനിവിടെ വന്ന ശുശ്രൂഷ ആരംഭിച്ചു. ഈ കാലം അത്രയും ദൈവം എന്നോട് കൂടെ ഇരുന്നു കൊണ്ട് അനേകം ശുശ്രൂഷകൾ ചെയ്യിക്കുവാനിടയായി. ടെലിവിഷൻ ശുശ്രൂഷ, അതുപോലെ റേഡിയോ ശുശ്രൂഷകൾ, ക്രിസ്തീയ മാഗസിനുകൾ, കൂട്ടായ്മകൾ, ഉണർവ് മീറ്റിങ്ങുകൾ. അതുമാത്രമല്ല, എൻ്റെ വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ 3 ആൺമക്കളും ദൈവത്തിൻ്റെ വേലയിൽ തന്നെ പ്രവർത്തിക്കുന്നു. അവർക്ക് കർത്താവ് കൊടുത്തതായ പ്രത്യേകം താലന്തുകൾ വെച്ച് അവർ ശുശ്രൂഷ ചെയ്ത് മുൻപോട്ട് പോകുന്നു. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ 4 പേരും ഒരുമിച്ച് തന്നെ ഒരേ മീറ്റിങ്ങിൽ തന്നെ ഒരുമിച്ച് ഒരേ മിനിസ്ട്രിയിൽ തന്നെയായിരുന്നു പ്രവർത്തിച്ചത്. അവർ കുട്ടികളായിരുന്ന സമയത്ത് എന്നോടൊപ്പമായിരുന്നു അവൾ വളർന്നത്. എന്നോട് കൂടെ ഇരുന്ന് ശുശ്രൂഷയിൽ ഭാഗവാക്കായി. അങ്ങനെ അനേകം കാര്യങ്ങൾ പഠിക്കുവാനിടയായി. അവർ 30-32 വയസ്സ് വരെ ഓരോരുത്തരും എൻ്റെ കൂടെ തന്നെയായിരുന്നു. എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് അവർ ബൈബിൾ ട്രെയിനിങ് പൂർത്തിയാക്കുവാനും ഇടയായത്. അതുപോലെ കഷ്ടത അനുഭവിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വാസത്തോടെ നിലനിൽക്കുകയും ആത്മഭാരത്തോടുകൂടി ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതായ കഠിനമായ പാഠങ്ങൾ പ്രാക്ടിക്കലായിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ 3.5 വർഷക്കാലം യേശുവിനോട് കൂടെ തന്നെയായിരുന്നു. യേശു കഴിച്ചതായിരുന്നു അവരും കഴിച്ചത്. അവൻ താമസിച്ചെടുത്ത് അവരും താമസിച്ചു. അതിനുശേഷം അവർ വലിയ ദൈവദാസന്മാരായിട്ട് മാറി. കർത്താവ് കടന്നുപോയപ്പോൾ ദൈവം അവരെ അഭിഷേകം ചെയ്തു. അങ്ങനെ 12 ശിഷ്യന്മാരും ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിച്ചു. അതേ ആഗ്രഹത്തോടുകൂടി, അതേ ഉദ്ദേശത്തോടുകൂടി ഈ ലോകത്തിൽ എൻ്റെ മക്കൾ നല്ല അധികാരങ്ങൾ നേടിയെടുക്കണം, നല്ല വിദ്യാഭ്യാസം അവർ നേടിയെടുക്കണം, അവർ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യണം, അവിടെ ബൈബിൾ ട്രെയിനിങ് പൂർത്തിയാക്കി അവിടെ പ്രവർത്തനം ചെയ്ത് അവിടെ നിന്ന് ഫോറിൻ മണിയൊക്കെ വരുത്തണം എന്നുള്ളതായ ആശകളൊന്നുമില്ലായിരുന്നു. എൻ്റെ മക്കൾ അങ്ങനെ തന്നെ വളർന്നു വന്നതുകൊണ്ട് അവർക്ക് നല്ല കഴിവുകൾ ഉണ്ടായിരുന്നപ്പോഴും, നല്ല പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നപ്പോഴും, ഒരുപാട് ടാലൻറ്റുകൾ ഉണ്ടായിരുന്നപ്പോഴും വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. അല്ലാതെ വഴിതെറ്റിപ്പോകുവാൻ, വിശ്വാസത്തിൽ വീണു പോകുവാനിടയായില്ല. ദൈവദാസന്റെ മക്കൾ ദൈവദാസന്മാരാകുമ്പോൾ ചിലർ സന്തോഷിക്കും, മറ്റു ചിലർ ദുഃഖിക്കാറുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. സിനിമ നടൻ്റെ മകൻ സിനിമാ നടനായാൽ അനേകം ആളുകൾ സന്തോഷിക്കും, ശരിയല്ലേ? അതുപോലെ പ്രധാനമന്ത്രിയുടെ മകൻ പ്രധാനമന്ത്രിയായി മാറുമ്പോൾ അനേകർ സന്തോഷിക്കാനിടയാകും. ദൈവദാസന്മാരുടെ മക്കൾ ദൈവദാസന്മാരായാൽ ഇതെന്താണ്, കൈവശാവകാശമാണോ എന്ന് ചോദിക്കും. ഒരുപക്ഷെ ഞാൻ കോടിക്കണക്കിന് പണം സമ്പാദിച്ചിട്ട് കുറേ അനാഥ ആശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുറേ ബിൽഡിങ്ങുകളും അതുപോലെ 3-4 വലിയ വലിയ ചർച്ചുകളും കെട്ടിയിട്ട് എൻ്റെ മക്കളോട് പറയുന്നു, മക്കളെ
നിങ്ങൾ എവിടെയും പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഞാൻ വലിയ വലിയ ചർച്ചുകളൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഹൈദരാബാദിൽ 1, വിജയവാഡയിൽ 1, ലണ്ടനിൽ 1, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ചർച്ചുകളുണ്ട്. നിങ്ങൾ നോക്കിക്കൊള്ളുക എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ഇതെന്താണ്, അവകാശമാണോ എന്ന്. എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുത്ത ആ സമ്പത്ത് യേശു കർത്താവാണ്. യേശുവിനെ മാത്രമാണ് ഞാൻ അവർക്ക് കൈമാറിയത്. ഈ ലോകത്തിൽ ഒരു സമ്പത്തും ഞാനും സമ്പാദിച്ചു വെച്ചിട്ടില്ല, എൻ്റെ മക്കൾക്കും ഞാനത് പകർന്നു കൊടുത്തിട്ടില്ല. നമ്മുടെ യേശു നമുക്ക് മതിയായ ദൈവമാകുന്നു. നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങളെ നടത്തുവാനിടയാകും, നിങ്ങളെ സഹായിക്കുവാനിടയാകുമെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുവാനിടയായി. അതെൻ്റെ പ്രവർത്തനത്തിൽ കൂടി അവർ കണ്ടുപഠിച്ചതായ കാര്യങ്ങളാണ്. അവരുടെ ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ അവരുടെ വിശ്വാസ പോരാട്ടത്തിൽ അവർ ജീവിച്ച് മുന്നേറുന്നതായിട്ട് കാണുന്നു. അവർക്ക് ദൈവം കൊടുത്തതായ കാഴ്ചപ്പാടനുസരിച്ച് മുൻപോട്ട് പോകുന്നു. ഇങ്ങനെയുള്ളതായ സഭ വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കണമെന്നായിരുന്നു. നേരത്തെ വരെ അങ്ങനെയായിരുന്നു. വിവാഹത്തിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടായ സമയത്തും ദൂര പ്രദേശത്ത് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞാൻ വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കൊയ്ത്ത് വളരെയേറെയായിരിക്കുന്നു. 4 ദിക്കിലേക്കും സുവിശേഷം പോകണം. സുവിശേഷം ഒരിടത്ത് മാത്രം ഉണ്ടാകാൻ പാടില്ല. യെരുശലേമിൽ ആദിമസഭ തുടങ്ങിയതായ സമയത്ത് ശിഷ്യന്മാരെല്ലാം ഒരിടത്ത് തന്നെ ഇരുന്ന് സന്തോഷിച്ചപ്പോൾ ദൈവം അവരെ ചിതറിച്ചു. നിങ്ങൾ സകല ലോകത്തിലേക്കും ചെന്ന് സുവിശേഷം അറിയിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ രാജ് പ്രകാശ് ഹൈദരാബാദിലേക്ക് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് പോകുവാൻ ഇടയായി. കർത്താവിൻ്റെ വേല ശക്തമായിട്ട് ചെയ്ത് മുൻപോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ മൈക്കിൾ പോൾ വിജയവാഡയ്ക്കും കടന്നുപോയി അവിടെ വളരെ ശക്തമായിട്ട് കർത്താവിൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്നു. പോരാട്ടത്തോടുകൂടി വളരെ കഷ്ടത അനുഭവിച്ചാണ് ചെയ്യുന്നത്. പ്രാർത്ഥനാ കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിച്ച് വളരെ കഷ്ടതയോടുകൂടി അവിടെ ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ കാപ്പവാരത്തിൽ വളരെ കഷ്ടത അനുഭവിച്ച് ഇവിടെ നിൽക്കുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്തും ഈ കാപ്പവാരത്തെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകാതെ ഇവിടെ ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് ഇവിടെ ഒരു ചർച്ചും പണിയുവാനിടയായിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചർച്ചുണ്ട്. ആ ചർച്ചിനെ യേശുരത്നം പാസ്റ്ററിന്, അതായത് നമ്മുടെ യൂത്ത് മീറ്റിങ്ങിൽ രക്ഷിക്കപ്പെട്ടതായ ആ സഹോദരന് ഞാൻ ഏൽപ്പിക്കുവാനിടയായി. ഇന്ന് അദ്ദേഹം ആ സഭയുടെ ഇടയനായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ കൊത്തപ്പള്ളി എന്ന സ്ഥലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചതായ ഒരു സ്ഥലമാണ് അവിടെ. ഞാനൊരു സഹോദരനെ അവിടെ ദൈവത്തിന് വേല ചെയ്യാൻ അയച്ചപ്പോൾ അദ്ദേഹം പോയിട്ട് പകുതി ദൂരം പോയിട്ട് തിരിച്ച് ഓടി വരുവാനിടയായി. അയ്യോ, പ്രേതങ്ങൾ വന്ന് തടഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭയപ്പെട്ട് ഓടി വന്നു. അതുവരെ കൊത്തപ്പള്ളിയിൽ ദൈവത്തിൻ്റെ ഒരു സഭ പോലും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് വളരെ പോരാട്ടത്തോടുകൂടി അവിടെ കഷ്ടപ്പെട്ട് ഒരു സഭ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുവാനിടയായി. അവിടെയുണ്ടായിരുന്ന ഒരു സഹോദരൻ ഇന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെയുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താമോ? അങ്ങനെ 3 ആഴ്ചയുടെ മീറ്റിംഗ് നടന്ന സമയം പ്രാർത്ഥന നടത്തുന്ന വീട്ടിൻ്റെ ഉടമസ്ഥ ഒരു ദിവസം വന്നിട്ട് പറയുകയാണ്, ദേവദാസ, ഞാൻ പണി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഞാൻ വരുമ്പോൾ അവിടെ നിന്ന് തക്കാളിയൊക്കെ പറിച്ചുകൊണ്ട് വരാറുണ്ട്. അത് തെറ്റാണോ? ഞാൻ ചോദിച്ചിട്ടാണോ എടുത്തുകൊണ്ട് വരുന്നത്, അതോ ചോദിക്കാണോ കൊണ്ടുവരുന്നത്? ചോദിച്ചാൽ പിന്നെ അവർ തരുമോ ദേവദാസ? അപ്പോൾ ചോദിക്കാതെ കൊണ്ടുവരികയാണെങ്കിൽ അത് മോഷണമല്ലേ? അത് നമുക്ക് അനുഗ്രഹമാവുകയില്ലല്ലോ. അതേ, അങ്ങനെ മോഷ്ടിച്ചു കൊണ്ടിരുന്നതായ പച്ചക്കറികൾ കറി വെച്ച് കൂട്ടുമ്പോൾ എൻ്റെ കുഞ്ഞിന് അസുഖമുണ്ടാകുകയും മരുന്നിന് പിന്നെ പണം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താണ്? അങ്ങനെ അവർ രക്ഷിക്കപ്പെടാനിടയായി. അവരുടെ മക്കൾ രക്ഷിക്കപ്പെട്ടു. അയൽപക്കത്തുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ടു. ആ റോഡ് സൈഡിൽ അനേകം ആളുകൾ, അന്ന് ചർച്ചൊന്നുമില്ലായിരുന്നു, പല ആളുകളും അത്ഭുതകരമായിട്ട് രക്ഷിക്കപ്പെടാനിടയായി. ദൈവം അത്ഭുത പ്രവർത്തികൾ ചെയ്തു. അനേകം ആളുകൾ അങ്ങനെ രക്ഷിക്കപ്പെടുവാനിടയായി. ദൈവം അവരെയും അവരുടെ കുടുംബത്തെയെല്ലാം അനുഗ്രഹിക്കുവാനിടയായി. ഇന്ന് അവരുടെ കൊച്ചുമക്കൾ വന്ന് ഞാൻ ഇന്ന വ്യക്തിയുടെ കൊച്ചുമകനാണ്, ഇന്ന വ്യക്തിയുടെ കൊച്ചുമകളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ നോക്കുമ്പോൾ അവരെല്ലാം ദൈവം അനുഗ്രഹിച്ചു. അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. അതിനുശേഷം കൊത്തപ്പള്ളിയിൽ ഒരു സ്ത്രീ കുറച്ച് സ്ഥലം തന്നു. ആ സ്ഥലത്ത് ചെറിയൊരു ഷെഡുണ്ടാക്കി ദൈവങ്ങളുടെ അത്ഭുത പ്രവർത്തികൾ ചെയ്തു. അതിനുശേഷം യേശുരത്നം അവിടെ വന്നിട്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടത്തി കുറച്ചുകൂടി സ്ഥലം വാങ്ങി. അവിടെ ഇപ്പോൾ നല്ല സഭ അങ്ങനെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ മുക്കാമൽ എന്ന സ്ഥലത്ത് അവിടെ മോശ എന്നൊരു ദേവദാസൻ മീറ്റിംഗ് വെച്ചപ്പോൾ ആരും വന്നില്ല. താൻ മുടക്കിയ പണമെല്ലാം വൃഥമായി പോയല്ലോ എന്ന് ചിന്തിച്ച് മീറ്റിംഗ് നടത്തിയ സമയത്ത്
എന്നാൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ ആ പ്രസംഗം കേട്ടുവെന്ന്, ദൈവം എന്നോട് സംസാരിച്ചുവെന്ന്, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചുവെന്ന്. അങ്ങനെ ആ വ്യക്തി തീരുമാനമെടുത്ത് അവിടെ ഒരു സഭ പണിയുവാനും ഇടയായി. അവിടെ സ്നാനപ്പെടുത്താൻ വേണ്ടി അങ്ങ് തന്നെ വരണമെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിക്കാനിടയായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ 4 സഭകൾ അവിടെയുണ്ട്. അനേകാത്മാക്കൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഞാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ ദൈവം എത്രയോ ആളുകളെ ഓരോരോ സ്ഥലത്ത് അവൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഞാൻ വചനം സംസാരിച്ച അനേക യൗവനക്കാരെ കാണുവാൻ കഴിഞ്ഞു. അതുപോലെ പോൾ രാജ്, ഹരിത് ബാബു, അതുപോലെ വില്യം കേറി തുടങ്ങിയവർ അനേകർ ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്നു. അന്ന് വചനം കേട്ടതായ എത്രയോ യൗവനക്കാർ ഇന്ന് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് ഒരുപാട് സന്തോഷമുള്ളതാകുന്നു. നിന്റെ സമ്പത്ത് എന്താണ്? നീയാണെൻ്റെ സമ്പത്ത്, നീയാണെൻ്റെ കിരീടം, നീയാണെൻ്റെ സർവ്വതുമെന്ന് പൗലോസ് പറഞ്ഞതുപോലെ സുവിശേഷത്തിൽ കൂടി ലഭിച്ചതായ ആത്മാക്കൾ, സുവിശേഷത്തിൽ കൂടി സമ്പാദിച്ച മക്കൾ ദൈവത്തിൻ്റെ വേലയിൽ മുൻപോട്ട് പോകുന്നത് കാണുമ്പോഴാണ് യഥാർത്ഥമായ ഒരു ദൈവദാസന് അതാണ് യഥാർത്ഥമായ ഒരു സ്വത്തായിട്ടുള്ളത്. അങ്ങനെ ആനന്ദത്തോടു കൂടിയാണ് ഈ ശുശ്രൂഷ ഞാൻ മുൻപോട്ട് പോകുന്നത്. ഞാനായിരിക്കുന്ന ചെന്നൈയിലെ സഭ, അതായിരുന്നു ആദ്യം നിർമ്മിച്ചതായ സഭ. എന്നാൽ ഇടയ്ക്ക് വെച്ച് അത് ചിതറിപ്പോയതായ ഒരു സന്ദർഭത്തിൽ വീണ്ടും ഞാൻ 87 കാപ്പുവാരത്ത് നിന്ന് ചെന്നൈയിലേക്ക് ചെന്ന് അവിടെ ചിതറിപ്പോയതായ സഭയിലെ ആളുകളെയെല്ലാം കൂട്ടിയിട്ട് റോഡ് സൈഡിൽ ഒരു ഷെഡ് കെട്ടി ദൈവത്തെ ആരാധിച്ച സമയത്ത് ദൈവാത്മാവ് അത്ഭുതം പ്രവർത്തിച്ചു. അനേക മദ്യപാനികൾ മാനസാന്തരപ്പെട്ടു, മോഷ്ടാക്കൾ മാനസാന്തരപ്പെട്ടു, യൗവനക്കാർ മാനസാന്തരപ്പെട്ടു. അവിടെയുള്ളതായ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് ചിറ്റൂരിൽ ചെന്നിട്ട് ഞങ്ങൾ ദൈവവേല ചെയ്യുമായിരുന്നു. അവിടെ മലമ്പ്രദേശത്ത് ഉള്ള ഒരു ഗ്രാമം, അവിടെ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച സമയത്ത് ഒരുപാട് പേർ രക്ഷിക്കപ്പെട്ടു, ഒരുപാട് ജീവിതങ്ങൾ മാറുവാനിടയായി. ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നതായ ഇസ്രായേൽ എന്നു പേരുള്ളതായ ഒരു സഹോദരൻ ചിറ്റൂരിലെ സഭയുടെ ഇടയനായിട്ടിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്. ഇസ്രായേലും അതുപോലെ എസ്തേറും അവർ ഞങ്ങളുടെ മദ്രാസിലുള്ളതായ ആ വ്യക്തികളെ ദൈവം വിളിച്ച് വേർതിരിച്ച് അവർ ബൈബിൾ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ചിത്തൂരിൽ സഭ ഇടയനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ ഒരുപാട് സഹോദരന്മാർ, അതുപോലെ കൃപാനന്ദൻ എന്നു പേരുള്ളതായ ഒരു സഹോദരൻ ഞങ്ങൾ കൂടെ പ്രവർത്തിച്ച അദ്ദേഹം കാമവാരം എന്ന സ്ഥലത്ത് ദൈവദാസനായിട്ട് വേല ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്നതായ കിരൺ ചെന്നൈയിൽ തന്നെ താമസിച്ച് അവിടെ ദൈവത്തിൻ്റെ വേലയിൽ സഹായിക്കുന്നു. അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് ആളുകൾ, അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സതീഷ് കുമാറും ഈ കാപ്പുവാരത്ത് വെച്ച് തന്നെയാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പോൾ ദൈവത്തിൻ്റെ വേലയിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്നു. ഇങ്ങനെ ഓർത്തു നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വ്യക്തികൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതിന് കാരണമായി എളിവിനെ ദൈവം ഉപയോഗിക്കുവാനിടയായി. അത് ഞാൻ ഓർക്കുകയാണ്. അത് ഓർത്തു നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു, അതുപോലെ അതിശയം തോന്നുന്നു. കഴിഞ്ഞ കാലത്ത് നടന്നതായ അത്ഭുതങ്ങൾ എല്ലാം ഓർത്തു നോക്കുമ്പോൾ ഈ ഒരു കുഗ്രാമത്തിൽ എന്തത്ഭുതമാണ് നടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞതായ ദിവസങ്ങൾ ഉണ്ട്. എന്നാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാൻ, ഇത്രയും അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവം എന്നെ ഇടയാക്കി. അതിനുശേഷം ഇത്രയും കാലത്തിന് ശേഷം ഈ രീതിയിൽ എനിക്ക് സാക്ഷ്യം പറയുവാനും ദൈവം സാവകാശം ഒരുക്കി തന്നു. ഇങ്ങനെ ഈ ദേശത്ത് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതിന് വേണ്ടി കോയമ്പത്തൂരിലെ ഉൾഗ്രാമങ്ങളിൽ ഇവിടെയുള്ളതായ നീലഗിരി എന്ന ഗ്രാമപ്രദേശത്ത് നിന്ന് ദൈവം എന്നെ ഇവിടേക്ക് കാപ്പുവാരത്ത് കൊണ്ടുവരുവാനിടയായി. ഇവിടെ വന്ന് ഞാൻ എൻ്റെ കുടുംബജീവിതം ആരംഭിച്ചു. എനിക്ക് ദൈവം 3 കുഞ്ഞുങ്ങളെ നൽകി. ഇവിടെയായിരുന്നപ്പോഴാണ് എൻ്റെ 3 കുഞ്ഞുങ്ങളും ജനിച്ചത്. അവർ LKGയിലും UKGയിലും വരെ ഇവിടെ തന്നെയാണ് വളർന്ന് പഠിച്ചത്. എന്നാൽ ദൈവം അവരെ നോക്കുമ്പോൾ 30-35 വർഷം ശേഷം നോക്കുമ്പോൾ ദൈവം അവരെയും അവൻ്റെ വേലയിൽ ഉപയോഗിക്കുന്നു. കുടുംബം ഒരുമിച്ച് ദൈവത്തിൻ്റെ വേലയ്ക്ക് പ്രയോജനപ്രദമാകുന്നത് എത്ര അഭിമാനകരമായിരിക്കുന്നതായ നിമിഷമാണ് എന്ന് ഞാൻ ഓർക്കുന്നു. എന്നാൽ ഈ സമയം അന്ന് ഞാൻ കണ്ടതായ ചില വ്യക്തികളെ ഞാൻ ഈ ദിവസം കാണുന്ന സമയത്ത് അന്നവർ എങ്ങനെയായിരുന്നുവോ ഇന്നും അവരും അവരുടെ മക്കളും അന്നത്തെ ആ ദാരിദ്ര്യ അവസ്ഥയിൽ തന്നെ, അന്നത്തെ ആ കഷ്ടതയുടെ അവസ്ഥയിൽ തന്നെ മുൻപോട്ട് പോകുന്നതായിട്ട് കാണുമ്പോൾ, അതേ ബുദ്ധിമുട്ടിൽ കൂടി പോകുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ വേദനയാണ് ഉണ്ടാകുന്നത്. ഈ ദിവസം നിങ്ങളെല്ലാവരും ദൈവം എനിക്ക് അധികമായിട്ട് നൽകിയിരിക്കുന്ന സമ്പത്താണ്. 2003 ആയിരുന്നു
കാൽവറി ദർശനം എന്ന പ്രോഗ്രാമുകൾ ആരംഭിച്ചത്. ഇന്നുവരെ നാം കണക്ക് കൂട്ടുമ്പോൾ 17 വർഷത്തിൽ കൂടുതലായിട്ട് കാൽവറി ദർശനം എന്ന പ്രോഗ്രാം 5 ഭാഷകളിലായിട്ട് ടെലിവിഷനുകളിൽ സംപ്രേഷണം ചെയ്തു. ദൈവം അതൊരുപാട് അനുഗ്രഹിക്കാനിടയായി. അതുകൊണ്ട് ഏത് നാട്ടിൽ ചെന്നാലും എന്നെ പരിചിതമുള്ള അനേകം ആളുകളെ എനിക്കവിടെ കാണുവാൻ കഴിയും. അന്ന് ഞാൻ നടന്നു പോയിട്ടുണ്ട്, അതുപോലെ സൈക്കിളിൽ പോയിട്ടുണ്ട്, ബൈക്കിൽ പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ടെലിവിഷനിൽ കൂടി ഓരോ ദേശത്തിലേക്കുമല്ല, ഓരോ വീട്ടിലേക്കും ദൈവത്തിൻ്റെ വചനവുമായിട്ടെത്തുവാൻ ദൈവം എനിക്ക് കൃപ നൽകുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ആയുസ് മുഴുവനും, അതിലെനിക്ക് വിശ്രമമില്ല, റിട്ടയർമെൻ്റ് ഇല്ല. എനിക്ക് ആയുസ്സുള്ള അത്രയും, ശ്വാസമുള്ള അത്രയും നാൾ വീണുപോകാതെ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും വേല ഞാൻ ചെയ്തിട്ടും ഇനിയും എത്രയോ ദൈവത്തിൻ്റെ സേവ ഞാൻ ചെയ്യാനുണ്ട്. എത്രയോ ദേശങ്ങളിൽ ഞാൻ പോകാനുണ്ട്. എത്രയോ ഭാഷക്കാർക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പറയാനുണ്ട്. ദൈവത്തിൻ്റെ എത്രയോ വലിയ പദ്ധതികൾ നിറവേറ്റുവാനുണ്ട്. അതിനുവേണ്ടി ദൈവം എനിക്ക് ശക്തി നൽകുന്നതിന് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? വീട്ടിൽ ചെന്നാൽ മറന്നു പോകുമെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എൻ്റെ കുടുംബം മുഴുവനും ദൈവത്തിൻ്റെ രാജ്യത്തിലായിരിക്കണം. ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിനു വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു തീരുമാനമെടുക്കുക. എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയിൽ കൂടി പരിശുദ്ധാത്മാവ് വലിയൊരു പ്രവൃത്തി നിങ്ങളിൽ ചെയ്യാനിടയാകും. നിന്റെ മക്കൾ പ്രയോജനമില്ലാത്തവരാണെങ്കിൽ, അനുസരണമില്ലാത്ത മക്കളാണ് എങ്കിൽ ദൈവസന്നിധിയിലേക്ക് അവരെ കൊണ്ടുവരിക. അവരുടെ പേര് കർത്താവിനോട് പറഞ്ഞാൽ മതി. അവർ എവിടെയുണ്ടെങ്കിലും കർത്താവ് അവരെ പിടിക്കും. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കണമേ. ഞങ്ങളെ നീ ശുദ്ധീകരിക്കണമേ അപ്പാ. ഞങ്ങളെ പ്രയോജനമുള്ള വ്യക്തികളാക്കി മാറ്റണമേ. ഏത് ഭാരത്തോടുകൂടി, ഏത് ബുദ്ധിമുട്ടോടുകൂടി, കഷ്ടതയോടുകൂടിയാണ് നിന്റെ മക്കൾ നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. എൻ്റെ യേശു എന്നെ തൊടുവാനിടയായി. എന്നോട് അവൻ സംസാരിക്കാനിടയായി. എൻ്റെ കണ്ണുനീരവൻ തുടച്ചു മാറ്റി. എനിക്ക് വിടുതൽ നൽകുവാനിടയായി. എനിക്ക് രോഗത്തിന് സൗഖ്യം നൽകി. എൻ്റെ പക്ഷത്ത് നിന്ന് കർത്താവ് പോരാടിക്കൊണ്ട് എനിക്ക് ജയം നൽകിയിരിക്കുന്നുവെന്ന വിശ്വാസത്തോടുകൂടി കടന്നു പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിൻ്റെ സ്വരൂപം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ അപ്പാ. നിന്റെ വചനത്താൽ ഞങ്ങളെ കഴുകണമേ. മുഴങ്കാലിലുള്ള പ്രാർത്ഥന പഠിപ്പിക്കണമേ. കഷ്ടത വന്നാലും, ബുദ്ധിമുട്ട് വന്നാലും, പ്രതികൂലം വന്നാലും, ദാരിദ്ര്യം വന്നാലും, നിന്നയാണെങ്കിലും ഒറ്റപ്പെടലാണെങ്കിലും നീ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം സഹിച്ചതുകൊണ്ട് ഞങ്ങളെ അതിൽ നിന്നെല്ലാം വിടുവിക്കുമാറാകണമേ. രക്ഷയുടെ ആനന്ദത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ നിറയ്ക്കണമേ. തലമുറ തലമുറയായിട്ട് നിന്റെ അനുഗ്രഹത്തെ പ്രാപിച്ചുകൊണ്ട് നിന്നോടൊപ്പം ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ
യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ